സ്വീറ്റ്സ് ഒക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവുന്ന എന്നാൽ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പി ആട്ടോ ഇന്നത്തേത്. ഇതുപോലെ വായിലിട്ട് അലിഞ്ഞിറങ്ങുന്ന നല്ല പഞ്ഞി പഞ്ഞി പോലെ റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ചേരുവകളുടെ ഒരുപാട് സമയത്തിന്റെ ഒന്നും തന്നെ ആവശ്യമില്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചൗവരിയാട്ടോ. ഞാനൊരു 1/4 കപ്പ് ചൗവരിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് തന്നെ കഴുകിയിട്ട് ഒരു 1/2 മണിക്കൂർ നേരമെങ്കിലും വെള്ളത്തിൽ ഒന്നും കൂടി കുതിർന്ന് സോഫ്റ്റായി വരാനായിട്ട് വെയിറ്റ് ചെയ്യാവേ. അതായത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒപ്പത്തിന് വെള്ളം നിൽക്കാൻ പാകത്തിന് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒരുപാട് അങ്ങോട്ട് കൂടി പോവണ്ട, എന്ന് തീരെ കുറയുകയും വേണ്ട. ഇതേപോലെ ഒപ്പത്തിന് മാത്രം നിന്നാൽ മതി. ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ കുതിർന്ന് ശരിക്കും സോഫ്റ്റായി വരാനായിട്ട് ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാനൊരു 1/4 മണിക്കൂറായിട്ടും എടുത്തത്. ഏറ്റവും കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും നമ്മൾ ഇതേപോലെ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോഴാണ് നല്ലോണം തന്നെ കുതിർന്ന് ശരിക്കും സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. കണ്ടോ, ഇതിപ്പോൾ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തന്നെ കുതിർന്ന് ശരിക്കും സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം ചൗവരി. നല്ലോണം ഉണങ്ങിയ ഒരു ജാർ വേണം കേട്ടോ എടുക്കാനായിട്ട്. കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ നിറച്ച് കോൺഫ്ലവറും അത്രയും തന്നെ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവേ. നമ്മളിങ്ങനെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കട്ടി കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ പാൽപ്പൊടി ചേർക്കുമ്പോൾ നല്ല സ്വീറ്റായിട്ട് നമ്മുടെ ഈ റെസിപ്പി കിട്ടും കേട്ടോ. അപ്പോൾ പാൽപ്പൊടിയും അതേപോലെ തന്നെ കോൺഫ്ലവറും മിക്സ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ കറക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് അരച്ച് നന്നായിട്ട് പേസ്റ്റ് ഒന്നും ആക്കണ്ട. ഇതേപോലെ 2-3 തവണ ഒന്നുകൂടെ കറക്കി എടുത്തുകൊണ്ട് വന്നാൽ മാത്രം മതി. ചൗരിയൊക്കെ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് റെഡിയായി വന്നോളും. മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കയ്യിൽ കുറച്ച് 2 കയ്യിലും നെയ്യൊന്ന് പറ്റിയതിന് ശേഷം ഇതേപോലെ കുട്ടി കുട്ടി ബോൾസ് പോലെയും കൂടി റെഡിയാക്കി എടുക്കണം. അപ്പം നെയ്യ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇത് മാത്രമല്ല, ബോൾസ് റെഡിയാക്കി എടുക്കുമ്പോൾ ഒരുപാട് വലിപ്പവും വേണ്ട, എന്നാൽ തീരെ അങ്ങോട്ട് ചെറുതും ആവണ്ട കേട്ടോ. നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തപ്പോൾ കുറച്ച് വലിപ്പത്തിലായിപ്പോയി. അപ്പോൾ നിങ്ങൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഇതിലും കുറച്ചും കൂടി ചെറുതായിട്ട് മാത്രം റെഡിയാക്കി എടുത്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് കാണാൻ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. നേരത്തെ ഒരുപാട് പൊടിയാവണ്ട, ഇതിനേക്കാളും കുറച്ചും കൂടി ചെറുത്, അത്ര മാത്രം മതി. കണ്ടോ, ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ എല്ലാ ബോൾസും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റ് നിറയെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാൻ തന്നെ എടുക്കുക. ഇതിലേക്ക് 3 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഒരു 3/4 ലിറ്റർ പാല് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ പാൻ എടുക്കാൻ നേരത്ത് ഇതേപോലെ അത്യാവശ്യം വലിപ്പമുള്ള പാൻ വേണം എടുക്കാനായിട്ട്. എന്നാലാണ് പാലൊക്കെ നല്ലോണം എടുത്ത് തിളച്ച് വരുമ്പോൾ പുറത്തേക്ക് പോവാതിരിക്കുള്ളൂ. പാലൊക്കെ ആണെന്നുണ്ടെങ്കിലും ശരിക്കും തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രം പാൽപ്പൊടി ചേർത്താൽ മതി. ഗ്യാസിന്റെ ഫ്ലെയിം ഇപ്പോൾ ഒരു മീഡിയത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ട് കേട്ടോ. കട്ടകളൊന്നുമില്ലാതെ ഇതേപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാൽപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം വേണം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഓരോന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ബോൾസോട് ഒരുമിച്ച് ചേർക്കേണ്ട, ഇതേപോലെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അത് മാത്രമല്ല, നമ്മൾ ബോൾസ് ചേർത്തതിന് ശേഷം ഉടനെ തന്നെ സ്പൂൺ വെച്ച് മിക്സ് ആക്കരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ ഈ ബോൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ശരിക്കും പൊങ്ങി വീർത്ത് വരും. അതിനുശേഷം മാത്രം സ്പൂൺ വെച്ച് ഇളക്കിയാൽ മതി. ഗ്യാസിന്റെ ഫ്ലെയിം സമയത്തൊക്കെയും ഒരു മീഡിയത്തിലാട്ടോ വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, ബോൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ ഒന്നുകൂടി വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് ബോൾസൊക്കെ ശരിക്കും വീർത്ത് വന്നതിന് ശേഷം മാത്രം സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാവുള്ളൂ കേട്ടോ. ഈ സമയത്ത് ഒട്ടും തന്നെ പൊട്ടിയൊന്നും പോവാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. നന്നായിട്ട് തന്നെ വീർത്ത് ശരിക്കും സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്തുണ്ടായിരുന്നില്ല. ഈ സമയത്ത് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സാക്കി ശരിക്കും ഒന്നും കൂടി തിളച്ച് കുറുകി വരണം. ഇപ്പം ഞാനിതിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് കുറച്ചും കൂടി പാല് ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ആക്കിയും കൂടി നമ്മുടെ ഈ സ്വീറ്റ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കട്ടിയായിട്ട് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ കസ്റ്റാർഡിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി നമ്മുടെ ഈ സ്വീറ്റ്സിന് കിട്ടും കേട്ടോ. കസ്റ്റാർഡ് പൗഡർ ഓപ്ഷണൽ ആണ്. വേണമെന്നുണ്ടെങ്കിൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആ കസ്റ്റാർഡിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒന്നും കൂടി ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് കുറുകി വന്നോളൂ കേട്ടോ. നമ്മളെ പാൽപ്പൊടിയും പഞ്ചസാരയും കസ്റ്റാർഡ് പൗഡറും എല്ലാം കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ക്രീമി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ തണുത്ത് കഴിഞ്ഞപ്പോൾ പാലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ള പരുവം തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ മറ്റൊരു സെർവിങ് ബൗളിലേക്ക് സെർവ് ചെയ്ത് നമുക്ക് വേണ്ട കഴിക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ചൗവരിയും പാലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള സ്വീറ്റ്സ് തന്നെയാണ്. മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ.